പുഴയും കടന്നിലാണെങ്കിൽ നമ്മുടെ കാവേരിയുടെ മനസ്സിൽ എന്തെയാണ് വിവാഹം നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി നിവിൻ വിളിച്ച് കാവേരിയോട് സംസാരിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജയബാലൻ്റെ മകള് അവിടേക്ക് കടന്ന് ചെല്ലുക. ഇതേ സമയമാണെങ്കിൽ കാവേരി ആ ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം നിവിനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെ എന്തെയാണ് അലറുകയാണ് എന്ന് കാണാം. ഇപ്പോൾ കാവേരി ഉറപ്പിച്ചിട്ടുണ്ടാകും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന്. ഇനി എൻ്റെ കാവേരിയെ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിവിൻ പൊട്ടിക്കരയുകയാണ്. മറു സൈഡിലാണെങ്കിൽ കാവേരി പൊട്ടിക്കരയുകയാണ് നിവിനെ ഓർത്ത്. നിവിൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, തന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിലെന്ന് കാവേരി ആഗ്രഹിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെയാണെങ്കിൽ നമ്മുടെ അനിയത്തിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ അനിയത്തിയെ എന്ത് ചെയ്യുന്നുണ്ട്, ചേർക്കുന്നുണ്ട് എന്ന് കാണാം. അങ്ങനെ ഓപ്പറേഷനായിട്ടുള്ള പണമടയ്ക്കാനായിട്ട് വിനീത് നടക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്